നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡാലിയയെക്കുറിച്ചാണ്. ആസ്ട്രേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഡാലിയ പിന്നേറ്റ എന്നതാണ്. വളരെ മനോഹരമായ പുഷ്പങ്ങളുണ്ടാകുന്ന സസ്യമാണ് ഡാലിയ. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വയലറ്റ് തുടങ്ങിയ നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു. മനോഹരമായ പുഷ്പങ്ങളുള്ള ഡാലിയയ്ക്ക് മറ്റ് പുഷ്പങ്ങളെ പോലെ പ്രത്യേകിച്ച് ഗന്ധമൊന്നുമില്ല. മെക്സിക്കോയുടെ ദേശീയ പുഷ്പമാണ് ഡാലിയ. ഒരു സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞൻ തൻ്റെ വിദ്യാർത്ഥിയുടെ ഓർമ്മയ്ക്കായാണ് ഡാലിയ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഏറെ ഔഷധ ഗുണമുള്ള ഈ സസ്യത്തിൻ്റെ തണ്ട് ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. വേരുകളിൽ ഭക്ഷണം സൂക്ഷിക്കുന്ന സസ്യമായതിനാൽ ഈ ചെടിയെ ചില രാജ്യങ്ങളിൽ ഭക്ഷണത്തിനായി നട്ടുവളർത്താറുണ്ട്. ഔഷധ ഗുണമുള്ള ഈ സസ്യത്തിൻ്റെ പൂക്കളും വേരും ഭക്ഷണ പദാർത്ഥത്തിനായി ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായി കിഴങ്ങും തണ്ടും ഉപയോഗിച്ചാണ് ഇത് നട്ടുവളർത്തുന്നത്. തണ്ട് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ കിഴങ്ങ് നല്ലൊരു ഔഷധം കൂടിയാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഡാലിയ ഒരു ഭക്ഷ്യയോഗ്യമായ ഇലയാണ്, പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ല. എങ്കിലും ശരീരത്തിൽ ഈ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡാലിയയുടെ ഇലകൾ ഈ 2 ഈ പൂക്കളുടെ ആ ഇതളുകൾ 2 അകത്തേക്ക് കഴിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിനൊരു പ്രയോഗം, ഇത് ഈ ചുണ്ടിന് നിറം കൊടുക്കും. ഇത് പൊടിച്ചിട്ട് ഉണക്കിപ്പൊടിച്ച് അത് വെണ്ണയിൽ ചലിച്ച് ചുണ്ടിൽ പറ്റിക്കുന്ന ലിപ്സ്റ്റിക്ക് പോലെ ഇളം കളറോട് കൂടി നിൽക്കും. പിന്നെ ഇത് ഈ കുങ്കുമപ്പൂല് ഉപയോഗിക്കുമ്പോലെ ഇത് വെണ്ണയിൽ ചാലിച്ച് ലേശം അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിറം കൂടാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിട്ടിട്ട് വെണ്ണ മൂപ്പിച്ച് മേലെ തേച്ചാലും ഈ നിറം കുറച്ച് കൂട്ടുന്നതാണ്.